ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കോവയ്ക്ക ഫ്രൈ ആണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോവയ്ക്ക ഫ്രൈ ആണ് ഇത്. ഞാൻ ഹസീന നാസർ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നോൺ വെജ് കഴിക്കാത്തവരുടെ മെനുവിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് കോവയ്ക്ക എടുക്കാം. ഇതേ ഞാൻ കടയിൽ നിന്നും വാങ്ങിയതല്ല, വീട്ടിലുണ്ടായതിൽ നിന്നും പറിച്ചെടുത്തതാണ്. അതുകൊണ്ട് എത്ര തൂക്കം വരുമെന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും ഒരു 1/2 കിലോ കാണും. ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ടി കുറച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കോവയ്ക്കയുടെ രണ്ടറ്റവും കളഞ്ഞ ശേഷം ഞാൻ ഇതുപോലൊന്ന് ചരിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടുകയും ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. ഈ ഒരു കട്ടിക്കാണ് ഞാൻ കോവയ്ക്ക എല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത്. അരിഞ്ഞെടുത്ത കോവയ്ക്ക ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കോവയ്ക്ക എല്ലാം ഇതുപോലെ കട്ടി കുറഞ്ഞ് സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കോവയ്ക്ക എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പഴുത്ത കോവയ്ക്ക ഒന്നും എടുക്കരുത്. പഴുത്തതാവുമ്പോൾ മൂത്ത് കിട്ടാൻ പാടാണ്. നല്ല ഫ്രഷ് കോവയ്ക്ക തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി കോവയ്ക്കായിലേക്ക് കുറച്ച് മസാലകൾ പുരട്ടി വെക്കണം. അതിനായിട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ കായപ്പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ടീസ്പൂൺ അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടി. അരിപ്പൊടി ചേർത്ത് ഈ കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും പൊടികളെല്ലാം കോവയ്ക്കയിൽ നല്ലവണ്ണം ഒന്ന് പിടിച്ചിരിക്കുന്നത് പോലെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കാതാണ് കുഴച്ചെടുക്കുന്നത്. കോവയ്ക്കയിൽ കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ പൊടികളെല്ലാം അതിലേക്ക് പിടിച്ചിരിക്കും. ഈ രീതിയിൽ പൊടികളെല്ലാം കോവയ്ക്കയിൽ പിടിച്ചിരിക്കുന്നത് പോലെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്കാണ് ഫ്രൈ ചെയ്യാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ പുരട്ടി വെച്ചിരിക്കുന്ന കോവയ്ക്ക കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കാതെ കുറേശ്ശെ വീതം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കോവയ്ക്ക കഷ്ണങ്ങളെല്ലാം അടർത്തി വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കും. കോവയ്ക്ക ഇട്ട് കൊടുത്ത ശേഷം ഉടൻ തന്നെ ഇളക്കരുത്. 1-2 സെക്കൻഡ് കഴിയുമ്പോൾ മാത്രമേ തവിയുണ്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാതെ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാൻ. തീരെ ചൂട് കുറയുകയും ചെയ്യരുത്, അതുപോലെ ചൂട് കൂടുകയും ചെയ്യരുത്. ചൂട് കൂടിയാൽ പെട്ടെന്ന് കോവയ്ക്ക കരിഞ്ഞു പോകും. കോവയ്ക്ക എല്ലാം നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് കോവയ്ക്ക. ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ഈ ഒരു കളർ ആകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കോവയ്ക്ക ഇരിക്കത്തുള്ളൂ. ഇനി നമുക്ക് കോവയ്ക്ക എണ്ണയിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എണ്ണയിൽ നിന്നും കോവയ്ക്ക എല്ലാം കോരിയെടുത്ത ശേഷം അടുത്ത ബാച്ച് കോവയ്ക്കായും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്ത രീതിയിൽ തന്നെ ഇതും ഫ്രൈ ചെയ്തെടുക്കാം. ഈ കോവയ്ക്കായും എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതും എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. കോവയ്ക്ക എല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ 5-6 പച്ചമുളക് കീറിയതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് നല്ലവണ്ണം ഫ്രൈ ആയി വരുമ്പോൾ ഇതും എണ്ണയിൽ നിന്നും കോരിയെടുത്ത് കോവയ്ക്കയുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം.
ഫ്രൈ ചെയ്തെടുത്ത ഈ പച്ചമുളകും കോവയ്ക്കയുടെ കൂട്ടത്തിൽ ചോറിൻ്റെ കൂട്ടത്തിൽ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.